ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദികളെയും അവരെ നിയന്ത്രിക്കുന്നവരെയും തകർക്കുന്നത് ലക്ഷ്യമിട്ടെന്ന് സൈന്യം. 100-ലധികം ഭീകരരെ വധിച്ചു. ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നും നിരപരാധികളെ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് രാജ്യത്തിന്റെ പ്രത്യാക്രമണമെന്നും സൈനിക വൃത്തങ്ങൾ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, നയതന്ത്ര ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലപ്പുറത്ത് നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് 97 റൺസിന്. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദികളെയും അവരെ നിയന്ത്രിക്കുന്നവരെയും തകർക്കുന്നത് ലക്ഷ്യമിട്ടാണ് ആരംഭിച്ചതെന്ന് ഡിജിഎംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ്. കര, വ്യോമ, നാവികസേനകൾ അല്പം മുമ്പ് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. Operation Sindoor was conceptualized with a clear military aim to punish the perpetrators and planners of terror and to destroy their terror infrastructure. What I do not state here, of course, is the often stated determination of India and its intolerance to terror. It set into motion a very diligent and microscopic scarring of the terror landscape across the borders. ഭീകരവാദ അടിസ്ഥാന സൌകര്യങ്ങൾ നശിപ്പിക്കുന്നതിനുള്ള വ്യക്തമായ ലക്ഷ്യമാണ് സൈന്യത്തിനുണ്ടായിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊടും ഭീകരർ ഉൾപ്പെടെ 100-ലധികം ഭീകരരെ വധിച്ചുവെന്ന് എയർ മാർഷൽ AK ഭാരതി പറഞ്ഞു. പുൽവാമ ആക്രമണവും കണ്ടഹാർ വിമാനറാഞ്ചൽ ആസൂത്രണം ചെയ്തവരെയും വധിച്ചു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. അജ്മൽ ഖസമിന്റെ പരിശീലന താവളം തകർത്തു. പാകിസ്ഥാനിലെ ഭീകരവാദ പരിശീലന കേന്ദ്രമായ മുരീദ് കെ തകർത്തു. ലക്ഷ്യകേന്ദ്രങ്ങളിലേക്ക് കൃത്യമായ ആക്രമണമാണ് ഇന്ത്യ നടത്തിയത്. രാജ്യത്തെ നിരപരാധികളെ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നടത്തിയത്. മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ദൃശ്യങ്ങളും സേന വാർത്താ സമ്മേളനത്തിനിടെ പുറത്തുവിട്ടു. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയോ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളെയോ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ജനവാസ കേന്ദ്രങ്ങളിൽ നാശനഷ്ടമുണ്ടായില്ലെന്നും സൈന്യം അറിയിച്ചു. അതേസമയം മെയ് 7-നും 10-നും ഇടയിൽ നിയന്ത്രണ രേഖയിൽ നടന്ന വെടിവയ്പിൽ പാകിസ്ഥാൻ സൈന്യത്തിന് ഏകദേശം 40ഓളം സൈനികരെ നഷ്ടപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഉന്നതതല യോഗം ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, സംയുക്ത സൈനിക മേധാവി, കര, വ്യോമ, നാവികസേനാ മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇന്ത്യ പാകിസ്ഥാൻ ഡിജിഎംഒമാർ നാളെ വീണ്ടും സംഭാഷണം നടത്തും. ഇന്ത്യ പാക് വെടിനിർത്തൽ സ്വാഗതം ചെയ്ത് ലിയോ 14 മാർപ്പാപ്പ. ചർച്ചകൾ അവസാനം വരെയുള്ള സമാധാനത്തിന് വഴിതെളിക്കുമെന്ന് പ്രത്യാശിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ലോകമെങ്ങുമുള്ള സംഘർഷ മേഖലകളിൽ സമാധാനം പുലരട്ടെയെന്ന് ഞായറാഴ്ച കുർബാനയ്ക്ക് ശേഷമുള്ള അഭിസംബോധന പ്രസംഗത്തിൽ മാർപ്പാപ്പ പറഞ്ഞു. ലോകത്തോടുള്ള ആദ്യ അഭിസംബോധനയിലാണ് പോപ്പിന്റെ വാക്കുകൾ. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ, വ്യോമാതിർത്തി ലംഘനങ്ങളുടെ സാഹചര്യത്തിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പടിഞ്ഞാറൻ അതിർത്തികളിലെ കരസേനാ കമാൻഡർമാരുമായി സുരക്ഷാ സാഹചര്യം അവലോകനം ചെയ്തു. ഇന്നലെ നടന്ന ഇന്ത്യ പാക് ഡിജിഎംഒ ചർച്ചകളിൽ എത്തിച്ചേർന്ന ധാരണയുടെ ഏതൊരു ലംഘനത്തെയും നേരിടാൻ കരസേനാ മേധാവി സേനാ കമാൻഡർമാർക്ക് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നടപടിയല്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, നയതന്ത്ര ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ന് ലക്നൌവിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് ഏകോപന പരീക്ഷണ സംവിധാനത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലക്ഷ്യമിട്ടതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ऑपरेशन सिंदूर आतंकवाद के खिलाफ भारत की दृढ़ इच्छा शक्ति का और सैन्य शक्ति की क्षमता और संकल्प शक्ति का भी प्रदर्शन हमने दिखाया है. भारत आतंकवाद के खिलाफ जब भी कोई कार्रवाई करेगा तो आतंकवादियों और उनके आकाओं के लिए सरहद पार की जमीन भी सुरक्षित नहीं रहेगी. ഓപ്പറേഷൻ സിന്ദൂറിൽ തങ്ങളിൽ നിയുക്തമാക്കിയ ചുമതലകൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി നിർവഹിച്ചതായി ഇന്ത്യൻ വ്യോമസേന. പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുന്നതിനാൽ വിശദീകരണം യഥാസമയങ്ങളിൽ നടത്തുന്നതാണെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങളിൽ നിന്നും പ്രചാരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വ്യോമസേന അഭ്യർത്ഥിച്ചു. ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് ഇന്ന് 97 വിമാനങ്ങൾ റദ്ദാക്കി. ഫ്ളൈറ്റുകളുടെ പുതുക്കിയ വിവരങ്ങൾക്കും ബദൽ യാത്രാ ക്രമീകരണങ്ങൾക്കുമായി യാത്രക്കാർ അതാത് എയർലൈനുകളുമായി ബന്ധപ്പെടാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, തുടർന്നുള്ള വെടിനിർത്തൽ ധാരണ എന്നിവ ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇതേ ആവശ്യം ഉന്നയിച്ച് നേരത്തെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. പഞ്ചാബ് കേന്ദ്ര സർവകലാശാലയിലെ മലയാളി വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം ആവശ്യപ്പെട്ട് സർവകലാശാല വൈസ് ചാൻസലർക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും മന്ത്രി ആർ ബിന്ദു കത്തയച്ചു. വിദ്യാർത്ഥികളെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി പറഞ്ഞു. കേരള ഹൌസ് കേന്ദ്രീകരിച്ച് ആരംഭിച്ച ഹെൽപ്പ് ലൈൻ കേന്ദ്രവുമായി വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെടാമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മലപ്പുറം ജില്ലയിൽ നിപ ബാധിച്ച രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതോടെ 42 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇന്ന് 18 പേരെയാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇതോടെ ആകെ 112 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. നിലവിൽ ഒരാൾക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 10 പേർ ചികിത്സയിലുണ്ട്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി നിപ അവലോകന യോഗം ചേർന്നു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായ എന്റെ കേരളം പ്രദർശനവും അവലോകന യോഗങ്ങളും മറ്റന്നാൾ മുതൽ നിശ്ചയിച്ച പ്രകാരം നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന കോഴിക്കോട് ജില്ലാതല യോഗം ചൊവ്വാഴ്ച രാവിലെ ചെറുവണ്ണൂരിൽ നടക്കും. കൊല്ലം ജില്ലയിലെ ആഘോഷങ്ങൾ ആശ്രാമ മൈതാനത്ത് മന്ത്രി KN ബാലഗോപാൽ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ 97 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. കൊളംബോയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ സ്മൃതി മന്ദാനയുടെ സെഞ്ചുറി കരുത്തിൽ നിശ്ചിത 50 ഓവറിൽ 7 വിക്കറ്റിന് 342 റൺസ് നേടി. ശ്രീലങ്ക 49ാം ഓവറിൽ 245 റൺസിന് എല്ലാവരും പുറത്തായി. സംസ്ഥാനത്ത് ഇത്തവണ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നേരത്തെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രതീക്ഷിച്ചതിനും 5 ദിവസം മുൻപ് ഈ മാസം 27ന് മൺസൂൺ തീരം തൊടുമെന്നാണ് സൂചന. ഹജ്ജ് തീർത്ഥാടനത്തിനായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ സംഘം പുറപ്പെട്ടു. 82 സ്ത്രീകളും 88 പുരുഷന്മാരും ഉൾപ്പെടെ 170 പേരാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര പുറപ്പെട്ടത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കാണാതായ സ്വർണം കണ്ടെത്തി. പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിൽ ക്ഷേത്രത്തിനുള്ളിൽ നിന്നാണ് സ്വർണം ലഭിച്ചത്. കാണാതായ സ്വർണം തന്നെയാണോ ഇതെന്ന് വിശദമായി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്ര പൌർണമി ഉത്സവം നാളെ. ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു. രാവിലെ 6 മുതലാണ് തീർത്ഥാടകർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളത്. വൈകുന്നേരം 5 മണിയോടെ ദർശനം പൂർത്തിയാക്കി മടങ്ങണം. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദികളെയും അവരെ നിയന്ത്രിക്കുന്നവരെയും തകർക്കുന്നത് ലക്ഷ്യമിട്ടെന്ന് സൈന്യം. 100-ലധികം ഭീകരരെ വധിച്ചു. ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് ഇന്ത്യ ലക്ഷ്യമിട്ടതെന്നും നിരപരാധികളെ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് രാജ്യത്തിന്റെ പ്രത്യാക്രമണമെന്നും സൈനിക വൃത്തങ്ങൾ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ രാഷ്ട്രീയ, സാമൂഹിക, നയതന്ത്ര ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലപ്പുറത്ത് നിപ രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവ്. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് 97 റൺസിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:30-ന്.